അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ലെറ്റ്സ് പ്ലേ സീരീസ് ഇതാ ഇന്ന് തുടങ്ങുകയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ പുതിയൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്യുകയാണ്. നമ്മൾ സാധാരണ ഒരു ഐലൻഡിൽ, അതായത് നമ്മളെ പ്ലെയിൻസിലാണ് സ്പോൺ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മളെ വുഡ്സ് അങ്ങ് കളക്ട് ചെയ്യാം. ഇപ്പം നമ്മളെ ഫസ്റ്റ് വുഡ് ഞാനിപ്പോൾ തൽക്കാലം ഇവിടെ വെക്കുവാണ്. ഓക്കെ, അപ്പം ബാക്കിയുള്ള മരം നമുക്ക് മുറിച്ചെടുക്ക് അതിനെ കൊണ്ട് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ നേരത്തെ ഫസ്റ്റ് മൈൻഡ് ചെയ്ത നമ്മളെ ബ്ലോക്ക് മനസ്സിലാവാൻ വേണ്ടി അറിയാണ്ട് കുഴിച്ചെടുക്കാൻ വേണ്ടി ഇതിൻ്റെ മേലിൽ ഞാനൊരു ഡർട്ടും കൂടി വെക്കുകയാണ്. ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം, പിന്നെ അതിൻ്റെ അകത്ത് എല്ലാം ആക്കാം. ഫസ്റ്റ് ഒരു വുഡൻ പിക്കാക്സ് ആക്കാം. എന്നിട്ട് കുറച്ച് സ്റ്റോൺ കളക്ട് ചെയ്യണം. നമുക്ക് ഏതായാലും ഇത് എടുത്തിട്ട് പോവാം, അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമുക്ക് നേരത്തെ നമ്മൾ കണ്ട കേവ് പോയിട്ട് എടുത്തിട്ട് വരാം. അപ്പോൾ ഇവിടുന്ന് ഞാനൊന്ന് കുറച്ച് കോബിൾ സ്റ്റോൺ ഒന്ന് വാങ്ങിച്ച് വെച്ച് വരാം. ഗൈസ്, നമ്മൾ 60 കോബിൾ സ്റ്റോൺ മേക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ കൊണ്ട് നമുക്ക് നമ്മളെ സ്റ്റോണിൻ്റെ വെപ്പൺസൊക്കെ ആക്കാം. ഫസ്റ്റ് സോഡ്, പിന്നെ ഒരു ആക്സ്, പിന്നെ ഒരു പിക്കാക്സ്, പിന്നെ ഒരു ഷവലും. അപ്പോൾ നമ്മുടെ വെപ്പൺസൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് രാത്രി നൈറ്റ് സ്കിപ്പ് ചെയ്യാനായിട്ട് നമുക്കൊരു ബെഡ് സെറ്റ് ചെയ്യാം. അതിനായിട്ട് ഒരു 3 ഷീപ്പിൻ്റെ വൂള് കളിച്ച് കയറ്റി വരാം. അപ്പോൾ അത് കളിച്ച് കയറ്റി കാണും. ഗൈസ്, നമ്മൾ ഇവനെയും കൂടി കൊന്നപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ 3 വൂളായിട്ടുണ്ട്. അപ്പോൾ ഇപ്പം തന്നെ നമുക്ക് നമ്മളെ ബെഡ് ഒന്ന് ക്രാഫ്റ്റ് ചെയ്തേക്കാം. ബെഡാക്കിയിട്ടുണ്ട്. ഇപ്പം ഞാൻ അവിടെ നിന്ന് ഒരു പോപ്പിയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. ആ പോപ്പിനെ കൊണ്ട് റെഡ് ഡേ ആക്കി നമുക്ക് ഈ റെഡ് ഡേനെ കൊണ്ട് ഞാൻ ബെഡാക്കി വെച്ചിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക് ഇതിൻ്റെ ഉള്ളിലായിട്ട് നമ്മളൊരു ഷെൽട്ടർ പോലെ സെറ്റ് ചെയ്യാം. നമ്മൾ ഇന്നത്തെ നൈറ്റും പിന്നെ നമ്മളെ സ്റ്റാർട്ടർ ബേസ് ആക്കുന്നത് വരെ, നമ്മളെ ബേസ് ഒന്ന് കെട്ടിപ്പൊക്കുന്നത് വരെ നമുക്ക് ഇവിടെ നമ്മളെ ചെറിയൊരു ഷെൽട്ടർ പോലെ സെറ്റ് ചെയ്ത് ഇവിടെ ജീവിക്കാം. അപ്പം ഞാനൊന്ന് സെറ്റപ്പാക്കി എടുക്കട്ടെ. നമ്മുടെ ഫസ്റ്റ് നൈറ്റ് നമ്മളിപ്പോൾ ഇവിടെ തീർക്കാൻ പോവാണ്. അപ്പം ഞാനിവിടെ ഒന്ന് ഷെൽട്ടറിൽ നമ്മളെ ക്രാഫ്റ്റിംഗ് ടേബിളും ഒരു ചെസ്റ്റും ഫർണേസൊക്കെ വെച്ച് ഒരു സെറ്റപ്പാക്കി എടുക്കട്ടെ. ഒരു ബെഡും 2 ഫർണേസും ഒരു ചെസ്റ്റും പിന്നെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിളും വെച്ച് നമ്മൾ ചെറിയൊരു ഫസ്റ്റ് ഷെൽട്ടർ പോലെ ആക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ കുറച്ച് മൈൻഡ് ചെയ്തപ്പോൾ ഇത്രയും കോപ്പർ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് അയണിലേക്ക് മാറുന്നതിന് മുമ്പ്
നമുക്ക് കോപ്പറിലേക്ക് മാറാം. ഫസ്റ്റ് കോപ്പറിലാണ്, അതായിരിക്കും നല്ലത്. അതിനുശേഷം അയണൊക്കെ കിട്ടിയ ശേഷം നമുക്ക് അയണിലേക്ക് മാറാം. ഇപ്പം നമ്മൾ ഫുൾ സെറ്റ് ആർമർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചൊന്ന് ഞാൻ മൈൻഡ് ചെയ്തിട്ട് വരാം ഗൈസ്. അങ്ങനെ നമ്മൾ വയലിൽ 41 ഇത്രയും കുഴിച്ചെത്തിയപ്പോൾ നമ്മുടെ ഫസ്റ്റ് അയൺ ബ്ലോക്ക് നമ്മൾ കണ്ടുകിട്ടിയിട്ടുണ്ട്. നമ്മൾ അതെടുത്ത് നമ്മുടെ പുതിയ റെസിപ്പി അൺലോക്ക് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെയുള്ള ഫുൾ അയൺ നമുക്കൊന്ന് എടുക്കാം, മൈൻഡ് ചെയ്യാം. ഇപ്പോൾ ലാപ്പീസ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് അയൺ ആക്കിയിട്ട് എടുക്കാം. ഇപ്പം നമുക്ക് ഈ അയൺ എടുത്ത് പോവാം. നമുക്ക് 6 അയൺ റോ അയൺ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ ചവറിൻ്റെ ചപ്പി അവർ പോലത്തെ ലീഫ് ലിറ്റർ ഇതിനെ കൊണ്ടാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. ഇതിപ്പോൾ തീരും മിക്കവാറും. എനിക്ക് ഇതിപ്പം കോളിനെ കൊണ്ട് കുക്ക് ചെയ്യാം. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. അപ്പം നമ്മൾ ഫസ്റ്റ് അയണെ കൊണ്ട് നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു ഷീൽഡ് ഉണ്ടാക്കാം. എന്നിട്ട് അത് കയ്യിൽ പിടിച്ചേക്കാം. നമ്മളുടെ ഷീൽഡ് സെറ്റ് ആയിട്ടുണ്ട്. നമ്മളിത് ഫുള്ള് ഒരുക്കിയപ്പോൾ 5 അയൺ ഇൻഗറ്റും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ 5 അയൺ ഇൻഗറ്റും 11 കോപ്പർ ഇൻഗറ്റുമാണുള്ളത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് നിർത്താം. അടുത്ത എപ്പിസോഡിൽ നമുക്ക് നമ്മളെ സ്റ്റാർട്ടർ ബേസിൻ്റെ പണി തുടങ്ങാം. അല്ലെങ്കിൽ പറ്റുമെങ്കിൽ നമുക്ക് അടുത്ത എപ്പിസോഡിൽ തന്നെ നമ്മൾ സ്റ്റാർട്ടർ ബേസിൻ്റെ പണി അങ്ങ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പം നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം. ടിൽ ദാൻ ബൈ ബൈ.